അവരുടെ ദൗത്യം കൃത്യമായി നിർവഹിക്കുവാനും സാധിച്ചിട്ടുണ്ട്. എന്നാൽ വിവേകം വിട്ട്, വിചാരം വിട്ട്, വികാരത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം അത് കൂടുതൽ നാശത്തിലേക്കും നഷ്ടത്തിലേക്കുമാണ് എത്തിച്ചിട്ടുള്ളത് എന്നതും ചരിത്രവും വർത്തമാനവുമാണ്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ തുടക്കത്തിൽ ഓതിവെച്ച ആയത്ത് സൂറത്ത് ഫുർഖാനിൻ്റെ ആദ്യ ഭാഗമാണ്. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. തൻ്റെ അടിമയ്ക്ക് സത്യാസത്യ വിവേചനം എന്ന നിലക്ക് ഈ പ്രമാണത്തെ അവതരിപ്പിച്ചിരിക്കുന്ന അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. ലിയകൂന ലിൽ ആലമീന നദീറ, ലോകർക്ക് അദ്ദേഹം ഒരു മുന്നറിയിപ്പുകാരനായി മാറാൻ വേണ്ടി എന്നാണ് സൂചിപ്പിച്ചത്. അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതിലൂടെ അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ എത്രമാത്രം അനുഗ്രഹപൂർണമാണ് എന്നാണ് നമുക്കവിടെ ആലോചിക്കുവാനുള്ളത്. ഇതിൻ്റെ അടുത്ത ഭാഗം അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് വലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക് വഖലഖ കുല്ല ഷൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. ഇത് അവതരിപ്പിച്ചിരിക്കുന്ന അള്ളാഹുവിനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം. അവനൊരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല. അവൻ്റെ ആധിപത്യത്തിൽ അവന് യാതൊരു പങ്കുകാരുമില്ല. അവനാകുന്നു സകല വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അതിനെ വ്യവസ്ഥാപിതമായി ക്രമപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് മേലോട്ടാണ് ഈ ആയത്ത് പഠിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന ഈ സൃഷ്ടി പ്രപഞ്ചം, അതിൽ അവൻ്റെ ആധിപത്യം, അവൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിലേക്കുള്ള മനുഷ്യൻ്റെ അന്വേഷണവും ഗവേഷണവും പഠനങ്ങളും, അത് അവിടെ എവിടെയെങ്കിലും നമുക്ക് ഒരു ന്യൂനത, ഒരു അപാകത, ഒരു പോരായ്മ, നമുക്ക് സ്വീകാര്യമല്ലാത്ത എന്തെങ്കിലും ഒരു സംഗതി നോക്കിക്കാണുവാൻ മനുഷ്യന് കഴിയുമോ എന്നതാണ് വിഷയം. അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങൾ, ഈ പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് ഗോളങ്ങൾ മുതൽ ഒരു ചെറിയ അണുവരെ എത്തി നിൽക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിൽ അവൻ്റെ ഏതു പ്രവർത്തനങ്ങളിലും മനുഷ്യരുടെ ഗവേഷണങ്ങളും പഠനങ്ങളും ചെന്നു ചേരുമ്പോൾ അവിടെ പോരായ്മകളോ അപാകതകളോ പാകപ്പഴവുകളോ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല എന്നാണ് വസ്തുത. അങ്ങനെയുള്ള അള്ളാഹുവാണ് സത്യാസത്യ വിവേചനം എന്ന നിലക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഖുർആൻ സൂചിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിജാലങ്ങളിൽ ന്യൂനതകളും പോരായ്മകളും കണ്ടെത്തുവാൻ സാധ്യമല്ലെങ്കിൽ അവൻ്റെ സൃഷ്ടികളിൽ ഉത്തമന്മാരായിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അവൻ അവതരിച്ചിരിക്കുന്ന വേദഗ്രന്ഥത്തിലും അബദ്ധങ്ങളോ പോരായ്മകളോ അപകടങ്ങളോ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല എന്നാണ് ഖുർആൻ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ഞാൻ അങ്ങനെ എണ്ണി ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാണ്. സമയക്കുറവ് വളരെ പ്രധാനമായി എന്നെ പ്രയാസപ്പെടുന്നൊരു സംഗതിയാണ്. കാരണം എനിക്കും നേരത്തെ പോകേണ്ടതുണ്ട്, നിങ്ങൾക്ക് നമസ്കരിക്കാൻ പോകേണ്ടതുണ്ട്, അടുത്ത 2 പ്രസംഗങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അവനെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്ന ചില സംഗതികളുണ്ട്. മനുഷ്യർക്ക് അള്ളാഹു ഹിദായത്തിലേക്ക് തൗഫീക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന വേറെ ചില വാചകങ്ങളുണ്ട്. അതിലൊരു ഭാഗം ഇങ്ങനെയാണ്: ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സ്വദ്റഹു ലിൽ ഇസ്ലാം. ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ തൗഫീക്ക് ഉണ്ടാവുകയാണെങ്കിൽ അയാളുടെ മനസ്സിനെ, അയാളുടെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ തുറന്നു വിടുകയാണ്. വളരെ വിശാലമായിട്ട് ഇസ്ലാമിനെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനുമുള്ളൊരു വിശാലമായ മനസ്സിലേക്ക് അയാൾ എത്തുകയാണ്. ഇതൊരു ഭാഗം. അടുത്ത അള്ളാഹു പറയുന്നത് വമൻ യുരിദ് അൻ യുദില്ലഹു യജ്അൽ സുദ്റഹു ലയ്യികൻ ഹറജൻ കഅന്നമാ യസ്അദു ഫിസ്സമാ. ഒരു മനുഷ്യന് ദലാലത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ തൗഫീക്ക് കിട്ടുന്നത്, അങ്ങോട്ടാണ് പോകുന്നത്. ആ മനുഷ്യൻ്റെ മനസ്സിങ്ങനെ കുടുസായി, അതിങ്ങനെ പ്രയാസപ്പെട്ട് ഇടുങ്ങിയതായി അവനെ തന്നെ അനുഭവപ്പെടുമെന്നാണ്. ഏതുപോലെ? കഅന്നമാ യസ്അദു ഫിസ്സമാ, ആകാശത്തിലേക്ക് നേർക്ക് നേരെ കയറുന്നവനെ പോലെ. ഇതിലാദ്യം പറഞ്ഞ ഭാഗം അള്ളാഹു അവൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നൽകുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ ഭാഗം മനുഷ്യൻ്റെ ചിന്തയിലൂടെ, ആലോചനയിലൂടെ, ഗവേഷണത്തിലൂടെ കണ്ടെത്തി അനുഭവിക്കാവുന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പം നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ ഈ വാക്യം പറയുമ്പോൾ
അതിൽ ഉപമയായി പറഞ്ഞത് ഈ ദുനിയാവിൽ മനുഷ്യന് പിലിക്കാലത്തെങ്കിലും എത്തിച്ചേരാൻ കഴിയുന്നൊരു വിഷയമാണ്. ആകാശത്തിലേക്ക് കയറിപ്പോവുക എന്നത് പ്രവാചക തിരുമേനിയുടെ കാലഘട്ടത്തിൽ സ്വഹാബികൾക്ക് പരിചയമുള്ളതല്ല, ലോകത്ത് ഒരു മനുഷ്യനും പരിചയമുള്ളതല്ല. ആർക്കും അതിനെക്കുറിച്ച് വിവരിക്കുവാനോ സംസാരിക്കുവാനോ ആകാശത്തിലേക്ക് കയറാൻ കഴിയുമെന്ന് പറയുവാനോ അങ്ങനെ കഴിഞ്ഞാൽ തന്നെ എന്തായിരിക്കും അവസ്ഥ എന്ന് ബോധ്യപ്പെടുത്തുവാനോ സാധ്യമല്ലാത്തൊരു കാലത്താണ് ഉപരിലോകത്തേക്ക് കയറിപ്പോകുന്ന മനുഷ്യന് അനുഭവപ്പെടുന്ന മനസ്സിന്റെ ഞെരുക്കവും ശ്വാസതടസ്സവും ഹൃദയമിടിപ്പിന്റെ പ്രത്യേകതയുമൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ ഒരു ഇടുക്കം നമുക്കറിയാം. ഉപരിലോകത്തിലേക്ക് നേരിട്ട് കയറിപ്പോകുന്ന ആളുകൾക്ക് ശ്വാസതടസ്സമുണ്ടാകും, അതുപോലെ ഹൃദയമിടിപ്പ് വർദ്ധിക്കും, അയാളുടെ മനസ്സിന് വല്ലാത്ത ഞെരുക്കമുണ്ടാകും. എന്നതുപോലെയാണ് ഒരു അവിശ്വാസിക്ക് ഈ മാർഗം സ്വീകരിക്കുവാനുള്ള തടസ്സമെന്നാണ് ഖുർആൻ സൂചിപ്പിച്ചത്. എന്നാൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം, നമ്മുടെ അന്വേഷണത്തിൽ, നമ്മുടെ ഗവേഷണത്തിൽ, നമ്മുടെ പഠനത്തിൽ, നമ്മുടെ കണ്ടെത്തലിൽ യാഥാർത്ഥ്യമാണ്, വസ്തുതാപരമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുമെങ്കിൽ അള്ളാഹുവിന്റെ മാർഗദർശനം സ്വീകരിക്കാത്ത ആളുകൾ അതേ അവസ്ഥയിലാണ് എന്ന ഖുർആന്റെ പ്രഖ്യാപനം നമുക്ക് ഉൾക്കൊള്ളേണ്ടി വരും എന്നാണ് സൂചിപ്പിച്ചതിന് ചുരുക്കം. മറ്റൊരു ഭാഗത്ത് ഈ ഇരുട്ടിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അത് സത്യവിശ്വാസം സ്വീകരിക്കാതെ ദുർവൃത്തരായി ആ ദുർമാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ പ്രകാശം കിട്ടാതെ അവരായി ഇരുട്ടിനിങ്ങനെ തപ്പുന്നതിനെ കുറിച്ച് ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. അവിടെ ഒരു ഉപമ എങ്ങനെയാണ്? ഫീ ബഹരിൻ ലുജ്ജിയിൻ യഗ്ശാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ മിൻ ഫൗഖിഹി സുഹാബ് ളുലുമാത്തുൻ ബഅദുഹാ ഫൗഖ ബഅദ് ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാ വമൻ ലം യജ്അലില്ലാഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. വളരെ മനോഹരമായി ഖുർആൻ നടത്തിയിരിക്കുന്ന ഒരു ഉപമയാണത്. ആഴക്കടലിലേക്ക് ഇറങ്ങുന്ന മനുഷ്യനെ പോലെ അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ടുകളെ പോലെ എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. അള്ളാഹുവിന്റെ മാർഗദർശനം സ്വീകരിക്കാതെ വിശുദ്ധ ഖുർആന്റെ സന്ദേശം ഉൾക്കൊള്ളാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾ അങ്ങേയറ്റത്തെ ഇരുട്ടിലാണ്, അവർക്കൊരു വെളിച്ചവും പ്രകാശവും ലഭിക്കുകയില്ല എന്ന് പറയാൻ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഉപമ ആഴക്കടലിലെ ഇരുട്ടുകളെ കുറിച്ചാണ്. ഞാൻ സൂചിപ്പിച്ചത് 6-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ലോകത്ത് ഒരു മനുഷ്യനും കടലിനെ കുറിച്ച് ഗവേഷണം നടത്തിയിട്ടില്ല, പഠനം നടത്തിയിട്ടില്ല. അപ്പോ കടലിനെ കുറിച്ച് സമുദ്രശാസ്ത്രം എന്ന ഒരു ശാഖ തന്നെ രൂപപ്പെടുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകളൊക്കെ അവതരിച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് കടലിലേക്ക് മനുഷ്യൻ ഇറങ്ങുന്നത്, കടലിനെ കുറിച്ച് പഠിക്കുന്നത്, അതിന്റെ ആഴങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്, അതിന്റെ അവസ്ഥകളെ കുറിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. പക്ഷെ വിശുദ്ധ ഖുർആൻ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അതിലൊരു ഭാഗമാണ് ഈ വെള്ളത്തിന് അടിയിലുള്ള ഇരുട്ടിനെ കുറിച്ച് ഖുർആന്റെ ഉപമ. നമുക്കറിയാം, സാധാരണഗതിയിൽ വെള്ളത്തിലൂടെ പ്രകാശം കടന്നു പോകും. പ്രകാശത്തിന് കടന്നു പോകാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് വെള്ളം. പക്ഷേ എങ്ങനെയാണ് കടന്നു പോകുന്നത്, ഏതുവരെയാണ് കടന്നു പോവുക, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, പ്രകാശം എന്ന് പറയുന്നത് സപ്തവർണ്ണങ്ങളാണ്. മഴവില്ലിലെ 7 വർണ്ണങ്ങൾ. ഈ 7 വർണ്ണങ്ങളിലെ എല്ലാ വർണ്ണങ്ങൾക്കും കടന്നു പോകാൻ സാധിക്കുമ്പോൾ മാത്രമാണ് പൂർണ്ണമായ പ്രകാശം ഒരു ഭാഗത്ത് ലഭിക്കുന്നത്. അതിൽ ഏതിനെങ്കിലും മങ്ങലേറ്റാൽ, ഏതെങ്കിലും അങ്ങോട്ട് വരാൻ തടസ്സമുണ്ടായാൽ സ്വാഭാവികമായി പ്രകാശത്തിന് മങ്ങലേൽക്കുമെന്നത് വസ്തുതാപരമായി തെളിയിക്കപ്പെട്ട സംഗതിയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, വെള്ളത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അതിലെ ചുവപ്പ് വർണ്ണത്തിന് പരമാവധി താഴോട്ട് പോകാൻ സാധിക്കുന്നത് 30 മീറ്റർ വരെയാണ്. അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല, 30 മീറ്റർ വരെ. എന്നാൽ കുറച്ചുകൂടി താഴോട്ട് പോകാൻ കഴിയും ഏതിന്? ഓറഞ്ച് വർണ്ണത്തിന് എന്ന് പറഞ്ഞാൽ ഒരു 50 മീറ്റർ വരെ ഓറഞ്ച് വർണ്ണം താഴോട്ട് പോകും. ഒരു 100 മീറ്റർ വരെ റെഡ് അഥവാ ചുവപ്പ് താഴോട്ട് മഞ്ഞ വർണ്ണം ഒരു 100 മീറ്റർ വരെ പച്ച ഗ്രീൻ അത് താഴോട്ട് പോകും. 200 മീറ്റർ വരെയാണ് നീലവർണ്ണത്തിന് താഴോട്ട് പോകാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 200 മീറ്ററോടുകൂടി പ്രധാനപ്പെട്ട വർണ്ണങ്ങളെല്ലാം അവസാനിച്ചു. അതിന്റെ താഴോട്ട് ഇരുട്ട് ആരംഭിക്കുന്നു. ഒരു 1000 മീറ്ററിലേക്ക് എത്തുമ്പോഴേക്ക് വെളിച്ചത്തിന്റെ ഒരു കണിക പോലുമില്ല. എന്നാൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചിട്ട് കടലിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എത്ര ആഴം വരെയാണ് പോകാൻ സാധിക്കുന്നതെന്ന് ഇതിലൂടെ ബോധ്യപ്പെടും. ഞാൻ സൂചിപ്പിച്ചത് കടലിന്റെ ആഴം എത്രയാണ്? ഈ ഭൂമിയുടെ 2/3 ഭാഗം വെള്ളം, 71%. അതിന്റെ 97% സമുദ്രമാണ്. ആ സമുദ്രത്തെ നമ്മൾ 5ആയി തിരിച്ചു. പസഫിക്, ആർട്ടിക്, അന്റാർട്ടിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ മഹാസമുദ്രം എന്നിങ്ങനെ 5ആയി നമ്മൾ തിരിച്ചു. അതിലെ ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക്. എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മൊത്തം കരയേക്കാൾ കൂടുതലുള്ള സമുദ്രഭാഗം അതാണ് പസഫിക്. അതിന്റെ ആഴം നിർണയിച്ചത് ഏറ്റവും ആഴം കൂടിയ ഭാഗത്ത് 11 കിലോമീറ്റർ ആഴമുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 11,034 മീറ്റർ ആഴത്തിലാണ് പസഫിക്കിന്റെ അടിഭാഗമുള്ളത്. അവിടെ എവറസ്റ്റ് കൊടുമുടിയെ ഇറക്കി വെക്കാൻ ശ്രമിച്ചാൽ
അതിന്റെ മുകളിൽ 2652 മീറ്റർ വെള്ളമുണ്ടാവുമെന്നാണ്. അത്രയും ആഴമുണ്ട് അവിടെ. ഞാൻ സൂചിപ്പിച്ചത് കടലിലൂടെ പ്രകാശത്തിന് കടന്നു പോകാൻ സാധിക്കുന്ന ദൈർഘ്യം, അതിന്റെ ദൂരം പരമാവധി ഒരു 200 മീറ്റർ ആണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഇരുട്ടാരംഭിക്കുന്നു. ഒരു 1000 മീറ്ററിൽ എത്തുമ്പോൾ തന്നെ അയാൾക്ക് ഒന്നും കാണാൻ കഴിയാത്ത വിധം കൂരിയിട്ടാവുന്നു. എങ്കിൽ 11 കിലോമീറ്റർ താഴോട്ട് പോകുമ്പോൾ അവിടെ എന്തായിരിക്കും അവസ്ഥ? ഖുർആൻ പറഞ്ഞു വെച്ചത് സ്വന്തം കൈ ഉയർത്തിപ്പിടിച്ചാൽ അതിനെപ്പോലും കാണാൻ കഴിയാത്ത കൂരാകൂരി ഇരുട്ടാകുമെന്നാണ്. ഇത് പറയുന്നത് 6-ാം നൂറ്റാണ്ടിലാണ്. 6-ാം നൂറ്റാണ്ടിൽ പറയുമ്പോൾ കടലിനെ കുറിച്ച്, വെള്ളത്തെക്കുറിച്ച്, അതിന്റെ ആഴികളെക്കുറിച്ച്, അതിന്റെ സമുദ്രത്തിന്റെ അടിയിലുള്ള തിരമാലകളെക്കുറിച്ച്, അതിന്റെ മറ്റു സംഗതികളെക്കുറിച്ചൊന്നും ഒരു പഠനവും ലോകത്ത് നടന്നിട്ടില്ല. ആ കാലത്ത് ഖുർആൻ ഇത് സംസാരിക്കുമ്പോൾ ഖുർആൻ മുഹമ്മദ് നബി എഴുതിയുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാലും, മുഹമ്മദ് നബി പൂർവ്വ വേദഗ്രന്ഥങ്ങളൊക്കെ വായിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ കേട്ട് പഠിച്ചിട്ട് അദ്ദേഹം സ്വയം ആലോചിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറഞ്ഞാലും, ആ ഖുർആനിൽ ഒരിക്കലും വരാവുന്ന ഉപമകളെ അല്ല ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന വിഷയം. സൂചിപ്പിച്ചത് മനുഷ്യന്റെ മനസ്സിലെ ഇരുട്ടിനെ കുറിച്ച് പറഞ്ഞിടത്ത് ഇങ്ങനെ ഉപമ ഖുർആൻ നൽകുമ്പോൾ ഭാവിയിൽ പിൽക്കാലത്ത് ലോകം ഇങ്ങനെ മുന്നോട്ട് ഗമിക്കുമ്പോൾ മനുഷ്യന്റെ ചിന്തയും പഠനവും വികസിക്കുമ്പോൾ സ്വാഭാവികമായി അവനെ കണ്ടെത്തുവാൻ സാധിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്കാണ് വിശുദ്ധ ഖുർആൻ കൊണ്ടുപോയത്. എങ്കിൽ ഈ ഖുർആൻ സ്വീകരിക്കാത്ത, ഈ മാർഗദർശനം അംഗീകരിക്കാത്ത ആളുകൾ എന്തുമാത്രം വലിയ ഇരുട്ടിലാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന് ചുരുക്കം. എന്നിട്ട് ഈ കടലിനെ കുറിച്ച് ഖുർആൻ വീണ്ടും സംസാരിക്കുന്നുണ്ട്. അതിൽ ഒരു ഭാഗം ഇങ്ങനെയാണ്. പിന്നെ വളരെ കൃത്യമായി അള്ളാഹു പറയുന്നു, വഹുവല്ലദീ മറജൽ ബഹറൈനി ഹാദാ അദബുൻ ഫുറാത്ത് വഹാദാ മിൽഹുൻ ഉജാജ് ബൈനഹുമാ ബർസഖൻ വഹിജ്റൻ മഹ്ജൂറ. അല്ലാഹു ആകുന്നു രണ്ടു തരം കടലുകളെ ഒഴുകാൻ വേണ്ടി വിട്ടത് എന്നാണ് ഖുർആന്റെ പ്രയോഗമാണ്. രണ്ടു തരം കടലുകൾ അതിനെ ഒഴുക്കി വിട്ടിരിക്കുകയാണ്. ആ കടലിനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നു, ഹാദാ അദബുൻ ഫുറാത്ത്, ഇത് നല്ല ശുദ്ധമായ ജലം, കുടിക്കാൻ പറ്റുന്ന, ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ശുദ്ധമായ സ്വച്ഛമായ ജലം. മറുഭാഗത്ത് വഹാദാ മിൽഹുൻ ഉജാജ്, ഇത് അങ്ങേയറ്റം അലോസരപ്പെടുന്ന ഉപ്പുജലം. എന്നിട്ടോ ബൈനഹുമാ ബർസഖൻ വഹിജ്റൻ മഹ്ജൂറ, അവ രണ്ടിനുമിടയിൽ അവൻ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ബർസഖിനെ, ഒരു മറയെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നു. ബർസഖി എന്ന പ്രയോഗം നമ്മൾ നേരത്തെ ഇവിടെ കേട്ടിരിക്കുന്ന ക്ലാസ്സിൽ ഖബർ ശിക്ഷയെക്കുറിച്ച്, അതുപോലെ ഖബറിലെ രക്ഷാശിക്ഷകളെ കുറിച്ച് മനസ്സിലാക്കിയല്ലോ. ഇവിടെ ഖബറടക്കപ്പെടാത്ത ഒരുപാട് ഡെഡ് ബോഡികളുണ്ട്. ഫിർഔന്റെ ശരീരം ഇപ്പോഴും ഖബറടക്കിയിട്ടില്ല. അതുപോലെ നമ്മുടെ കുട്ടികൾ മെഡിക്കൽ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പഠിക്കുവാൻ വേണ്ടി അവരുടെ ടേബിളിൽ എത്തുന്ന ഒരുപാട് ഡെഡ് ബോഡികളുണ്ട്. ഈ ഡെഡ് ബോഡികൾക്കെല്ലാം ഖബറിലെ രക്ഷയും ശിക്ഷയും ഒക്കെ ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു കുട്ടിയും അത് നേരിട്ട് കാണുന്നില്ല. നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നില്ല. നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത ഒരു പ്രത്യേക തരം മറ കൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുന്നു. ഫിർഔന് എല്ലാ ദിവസവും നരകം കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ അതൊക്കെ എങ്ങനെയാണ്? അതിന്റെ ഇപ്പുറത്തൊരു പ്രത്യേക മറ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ മറയെക്കുറിച്ചാണ് ബർസഖ് എന്ന് പ്രയോഗിച്ചത്. അതേ ബർസഖിനെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ രണ്ടു ജലാശയങ്ങൾക്കിടയിൽ നമുക്ക് നോക്കിക്കാണാൻ കഴിയാത്ത ഒരു പ്രത്യേകമായിരിക്കുന്ന മറയിലൂടെ, ഒരു തടസ്സത്തിലൂടെ ഇതിനെ വേർതിരിച്ചിരിക്കുന്നു. അതിലൊന്ന് നല്ല ശുദ്ധമായ ജലമാണ്, മറ്റൊന്ന് കഠിനമായ ഉപ്പുജലമാണ്. എന്നിട്ട് അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഖുർആൻ വേറെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറ വഫജഅലഹു നസബൻ വസിഹറ, അവനാകുന്നു ഈ വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യ ശരീരത്തെക്കുറിച്ചും ഞാൻ സൂചിപ്പിച്ചുവല്ലോ, അന്ന് ഒരു പഠനം നടന്നില്ല. 6-ാം നൂറ്റാണ്ടിൽ മനുഷ്യ ശരീരം എന്നത് ഇങ്ങനെ ഈ കാണുന്നതിനപ്പുറത്തുള്ള ഒരു പഠനവും അതിനെക്കുറിച്ചില്ല. ആ കാലത്താണ് ഖുർആൻ സംസാരിക്കുന്നത്. മനുഷ്യനെ അവൻ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം മണ്ണിൽ നിന്ന് അല്ല എന്നല്ല, മണ്ണിലുള്ളതാണ് വെള്ളം. ആ വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു. എന്നിട്ട് പുതിയ കാലത്ത് ശാസ്ത്രം പഠിച്ചപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ട സംഗതി ഉണ്ട്. അതെന്താ? മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് രക്തം. രക്തത്തിന്റെ അളവ് വളരെ പ്രധാനമാണ്. അതിന്റെ കൗണ്ട് കുറയുന്നതും കൂടുന്നതും അപകടമാണ്. ആ രക്തം പരിശോധിക്കുമ്പോൾ അതിൽ 80% പച്ചവെള്ളമാണുള്ളത്. അതുപോലെ തന്നെ ശരീരത്തിലെ സുപ്രധാനമായ മറ്റൊരു അവയവമാണ് കിഡ്നി. കിഡ്നിയിൽ 82% വെള്ളമാണ്. എന്നാൽ നമ്മളിങ്ങനെ താങ്ങി നിർത്തുന്ന, നമുക്ക് നിൽക്കാനും ഇരിക്കാനൊക്കെ പറ്റും നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അസ്ഥികൾ, എല്ല്. ആ എല്ലിനകത്ത് 22% വെള്ളമാണ്. നമ്മുടെ ശരീരം മൊത്തം പരിശോധിച്ചാൽ ശരീരത്തിന്റെ 1/3 ഭാഗം വെള്ളം. അതിൽ നിന്ന് 10% കുറവ് വന്നാൽ നമ്മൾ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. അതാണ് ശാസ്ത്രം നമ്മോട് പറയുന്നത്. അത് വസ്തുതാപരവുമാണ്. ശരീരത്തിലെ ജലാംശം വല്ലാതെ കുറഞ്ഞു പോയാൽ അത് മരണത്തിലേക്ക് എത്തിക്കും. അപ്പോ ഈ ഒരു സംവിധാനം, വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കും. വിയർപ്പിലൂടെ, മൂത്രത്തിലൂടെ ഒക്കെ ശരീരത്തിന് വെള്ളം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ നഷ്ടപ്പെടുന്നതിന്
ഒരു റീഫില്ലിംഗ് സംവിധാനം വേണം. അതിനെന്താ സംവിധാനം? നമുക്കറിയാം, ഇപ്പൊ നമ്മൾ മുമ്പൊക്കെ നമ്മുടെ ടാങ്കിൽ വെള്ളം കുറഞ്ഞാൽ നമ്മൾ മോട്ടോർ ഓൺ ചെയ്യണം. ഓൺ ചെയ്ത് വെള്ളം നിറയുമ്പോൾ നമ്മൾ മോട്ടോർ ഓഫ് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. എന്താ കാരണം? മോട്ടോർ നേരത്തെ ഓൺ ചെയ്തിട്ടാൽ മതി. വെള്ളം ഇങ്ങനെ കുറയുന്നതിനനുസരിച്ച് അതിങ്ങനെ പമ്പ് ചെയ്തോളും. ആ ഒരു സംവിധാനം നമ്മൾ കണ്ടെത്തിയതാണ് പുതിയ കാലത്ത്. എന്നാൽ മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അംശം കുറയുന്നതിനനുസരിച്ച് അതിങ്ങനെ റീഫിൽ ചെയ്യാനുള്ള സംവിധാനം, ആ റീഫില്ലിൽ നമ്മെ അറിയിക്കാൻ ബോധ്യപ്പെടുത്തുവാനുള്ള സംവിധാനം, അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ദാഹം. ഈ ദാഹം എന്ന ഒരു മഹാപ്രക്രിയ ശരീരത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ജലാംശം നഷ്ടപ്പെടാൻ നമുക്ക് അറിയാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ അതറിയിക്കുവാനും ആവശ്യത്തിന് വെള്ളം കുടിക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഈ സംവിധാനം നമ്മുടെ ശരീരത്തിൽ ഒരുക്കി വെച്ച പടച്ചറപ്പാണ്. ഞാൻ സൂചിപ്പിച്ച വിഷയം, മനുഷ്യ ശരീരം പരിശോധിച്ചാൽ അതിലെ അവയവങ്ങൾ, അതിലെ അവസ്ഥകൾ ഓരോന്ന് പരിശോധിച്ചാലും അവിടെയൊക്കെ ജലത്തിന്റെ അംശങ്ങൾ കാണാമെന്ന് മാത്രമല്ല, മനുഷ്യ ശരീരം മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ 1/3 ജലാംശമാണ്. അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ജീവഹാനിയിലേക്ക് നമ്മുടെ പഠനം നമ്മെ എത്തിക്കുന്നു. ഖുർആൻ പറഞ്ഞു വെച്ചത് ഈ ജലത്തിനാകുന്നു മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ച ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പറഞ്ഞത് ജീവനുള്ള എല്ലാറ്റിനെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്ന വെള്ളത്തിനാണ്. ജീവനുള്ള എല്ലാ വസ്തുക്കളെയും അവൻ സൃഷ്ടിച്ചത് വെള്ളത്തിനാകുന്നു. അതും ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ ഇത് അവതരിപ്പിക്കുന്ന കാലത്ത് ഈ പറഞ്ഞ ശരീരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളെക്കുറിച്ചോ പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചോ യാതൊരു പഠനവും ലോകം നടന്നിട്ടില്ല. എന്നിട്ട് ഖുർആന്റെ ചോദ്യം ഇതേ വെള്ളത്തെക്കുറിച്ച് തന്നെ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളാണോ അതിനെ മഴമേഘങ്ങളിൽ നിന്ന് മഴയായി താഴോട്ട് കൊണ്ടുവരുന്നത്, അതല്ല നമ്മളാണോ? ആ ചോദ്യത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിലൊരു ഭാഗം വെള്ളത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് ആലോചിക്കാണ്ടെന്നില്ലല്ലോ. എന്താണ് ആലോചന? 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നാൽ വെള്ളം ഉണ്ടാവും നമുക്കറിയാം. ഹൈഡ്രജൻ സ്വയം കത്തുന്നൊരു വാതകമാണ്, ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകവും. ഇത് രണ്ടും കൂടി പ്രത്യേക അളവിൽ ചേരുമ്പോൾ തീരെ തന്നെ കെടുത്തിക്കളയാൻ സാധിക്കുന്ന പച്ചവെള്ളമായി മാറുന്നു എന്നതാണ് നമ്മുടെ പഠനം. അത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തത്, സമുദ്രത്തിൽ നിന്നും അതുപോലെ പുഴകളിൽ നിന്നും കുളങ്ങളിൽ നിന്നും കിണറുകളിൽ നിന്നുമൊക്കെ വെള്ളം ഇങ്ങനെ നീരാവിയായി ബാഷ്പീകരിച്ച് അത് മേഘമായി മാറി അത് കാറ്റിങ്ങനെ തെളിച്ചു കൊണ്ടുപോയി മഴയായി മഞ്ഞായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ പഠനം. എന്നാൽ നമ്മൾ പരിശോധിക്കേണ്ട സംഗതികൾ എന്തൊക്കെയാണ്? ഒന്ന്, ഈ ബാഷ്പീകരണ പ്രക്രിയയിൽ ഏറ്റവും അധികം പങ്കുവഹിക്കുന്നത് സമുദ്രം തന്നെയാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ കരയുടെ 71% വെള്ളം, അതിലെ 97% സമുദ്രം. സമുദ്രത്തിൽ മൊത്തം ഏകദേശം 1350 ലക്ഷം ക്യൂബിക് കിലോമീറ്റർ വെള്ളമുണ്ട്. അതിൽ നിന്ന് ഓരോ വർഷവും ഏകദേശം 4.5 ലക്ഷം ക്യൂബിക് കിലോമീറ്റർ വെള്ളം ബാഷ്പീകരിച്ച് നീരാവിയായി അത് മേഘമായി മാറുന്നുണ്ട്. ഇത് എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ബാഷ്പീകരിക്കുന്നതിൽ നമ്മുടെ തൊട്ടടുത്തുള്ള അറബിക്കടലിലും ഒരു പങ്കുണ്ടല്ലോ. എത്രയോ ലക്ഷം ക്യൂബിക് കിലോമീറ്റർ വെള്ളം അറബിക്കടലിൽ നിന്നും നീരാവിയായി മേലോട്ട് പോകുന്നുണ്ട്. എന്നാൽ ഇതിങ്ങനെ മേലോട്ട് പൊങ്ങി മേഘമായി മാറി കാറ്റതിനെ തെളിച്ചു കൊണ്ടുപോയി ഇതിനെ മഴയായി തിരിച്ചു കിട്ടി എന്ന് പറയുമ്പോൾ ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ അറബ് നാടൊരു നല്ല മഴ വേണ്ടേ? അറബ് നാടൊരു നല്ല മഴ വേണമല്ലോ. നമുക്കറിയാം, ഇപ്പോ ഇത് റമദാൻ മാസമാണ്. നമുക്ക് നല്ല വളരെ ആശ്വാസത്തില് ആയാസത്തിന് നോമ്പൊക്കെ പറ്റിയ കാലമാണത്. യാതൊരു ബുദ്ധിമുട്ടില്ല, ക്ഷീണമൊന്നുമില്ല, തളർച്ചയൊന്നുമില്ല, അങ്ങനെ നോമ്പെടുക്കാൻ പറ്റും. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ ഏതാണ്ട് മിക്ക രാജ്യങ്ങളിലും ഏറ്റവും കടുത്ത ചൂട് മാത്രമല്ല ഏറ്റവും ദൈർഘ്യമുള്ള പകല്. സുബഹി ഏകദേശം പുലർച്ചെ 3:15 ബാങ്ക് കൊടുക്കും. മഗ്‌രിബ് നമ്മളെപ്പോലെ തന്നെ വൈകുന്നേരം 6:30 മണിക്കാണ്. ആ ദൈർഘ്യം കൂട്ടിയൊക്കെ പല നാട്ടിലും പല പ്രദേശങ്ങളിലും. എന്നാൽ കഠിനമായ ചൂട് 50 ഡിഗ്രി 60 ഡിഗ്രിയിലേക്ക് ചൂട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ചൂടുള്ള കാലം ഇവിടെ തിമിർത്തു പെയ്യുന്ന മഴ, ഈ മഴ നമുക്ക് ലഭിച്ചത് അറബിക്കടലിൽ കൂടി സഹായിച്ചുകൊണ്ടാണ്. അപ്പോ അറബിക്കടലിൽ കൂടി സഹായിച്ചുകൊണ്ട് ലഭിച്ചിരിക്കുന്ന ഈ മേഘങ്ങൾ എന്തുകൊണ്ട് അറബ് നാട്ടിൽ മഴയായി പെയ്യുന്നില്ല? എന്തുകൊണ്ട് മലയാളക്കരയിൽ സമൃദ്ധമായി മഴ പെയ്യുന്നു? മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഒരു 6 മാസമെങ്കിലും മഴ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അറബ് നാട്ടിലോ ഒരു 6 ദിവസം കണ്ടിന്യൂ ആയി മഴ കിട്ടിയാൽ ആ നാട് അതോടെ നശിക്കും, അതോടെ നശിക്കും. പിന്നെ നമുക്ക് ഹർമനൊക്കെ കേൾക്കാം, അവിടെ ഇങ്ങനെ മഴക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥന എന്തിനാ? മഴക്ക് വേണ്ടി ഹറമിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്നവരുടെയും ആമീൻ പറയുന്നവരുടെയും മനസ്സിലുള്ള എന്താ? വർഷത്തില് വല്ലപ്പോഴും ഒക്കെ കിട്ടിപ്പോരാറുള്ള 1-2 മഴ, അത് കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ഒരാഴ്ച മഴ കിട്ടാനല്ല, ഒരു മാസം മഴ കിട്ടാനല്ല, ഒരു വർഷകാലം മൊത്തം മഴ കിട്ടാനല്ല. അവർ പോലും പ്രതീക്ഷിക്കുന്നത് 2-3 മഴകൾ മാത്രമാണ്. അത്രേ പാടുള്ളൂ. അവിടെ സൂചിപ്പിച്ചത് ഓരോ നാട്ടിലും ഓരോ പ്രദേശത്തും അവർ
ഭൂമിയുടെ അവസ്ഥക്കനുസരിച്ച്, അവിടെ വളരേണ്ട സസ്യങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്, അവിടെ ജീവിക്കുന്ന ജീവികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവിടെ എത്ര മഴ വേണം, എത്ര മഴ വേണ്ട, ഏതവസ്ഥയിൽ വേണം, ഏതവസ്ഥയിൽ വേണ്ട, എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിക്കൂടാ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കുന്നത് ആര് എന്ന ചോദ്യമാണ് ഖുർആൻ ചോദിച്ചത്. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നു മുൻസിലൂൻ. നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുവോ? നിങ്ങളാണോ മഴമേഘങ്ങളിൽ നിന്ന് അതിനെ താഴോട്ടിറക്കുന്നത്, അതല്ല നമ്മളാണോ? സൂറത്തു നൂറില് മഴയെക്കുറിച്ച് മനോഹരമായിരിക്കുന്ന ഒരു പ്രതിപാദ്യം ഖുർആൻ നടത്തിയിട്ടുണ്ട്. സമയദൈർഘ്യം കൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. മഴ ഉണ്ടാകുന്ന എങ്ങനെയാണ്, മേഘങ്ങൾ സ്വരൂപിക്കുന്ന എങ്ങനെയാണ്, അത് യോജിക്കുന്ന എങ്ങനെയാണ്, അവക്കിടയിലൂടെ മഴവെള്ളം എങ്ങനെയാണ് താഴോട്ട് വരുന്നത്, അത് പിന്നെ പർവ്വതങ്ങളിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹിമഗണങ്ങളായി മഴയായി മാറുന്ന എങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി സൂറത്ത് നൂർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ നമ്മൾ മഴയെക്കുറിച്ച് പഠിക്കുന്നത്, മഴയിലേക്ക് നമ്മൾ എത്തുന്നത്, മഴ ലഭിക്കുന്ന സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ശ്രമിച്ചത് ഈ അടുത്ത കാലഘട്ടങ്ങൾ മാത്രമാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത്, 14 നൂറ്റാണ്ടിനപ്പുറത്താണ് മഴയെക്കുറിച്ച് അതിമനോഹരമായി സംസാരിക്കുന്നത്. തീർന്നില്ല. മഴ ലഭിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്താ? ഇടിമിന്നലാണ്. ഇടിമിന്നൽ. ലോകത്ത് ഈ ദൈവവിശ്വാസം വഴിമാറിപ്പോയതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഭയമാണ്. പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള ഭയപ്പാടിൽ നിന്നാണ് ദൈവവിശ്വാസം മാറിപ്പോയത് എന്ന് പറഞ്ഞാൽ, ഇപ്പോ മിക്ക അമ്പലങ്ങളുടെയും അരികിൽ ഒരു സർപ്പക്കാവ് ഉണ്ടാവും. എന്തിനാ സർപ്പക്കാവ്? പാമ്പിനെ ആളുകൾ പേടിക്കുന്നു, പാമ്പിനെ പേടിക്കുന്നു. അപ്പൊ ഈ പേടിക്കുന്ന ജീവിയെ ആരാധിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, പൂജിച്ചുകൊണ്ട് പ്രീതിപ്പെടുത്തിയാൽ പിന്നെ ഉപദ്രവം ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. ആ വിശ്വാസത്തിനാണ് പാമ്പ് പൂജാ വിഗ്രഹമായി മാറിയത്. ഇതുപോലെ പ്രകൃതിയിലെ പല ജീവികളെയും പല പ്രതിഭാസങ്ങളെയും പലരും പൂജിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇടിമിന്നൽ. എന്താ കാരണം? ഇടിമിന്നൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഭയമുള്ള സംഗതിയാണ്. ഭയമുള്ള സംഗതി. ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ നല്ലൊരു ശതമാനം ആളുകൾ ഇടിവെട്ടിയാൽ ഉടനെ റൂമിൽ കയറും, വാതിലടക്കും, ചിലപ്പോൾ അടിയിൽ വരെ പോയിരിക്കും. ഒരു മണ്ടത്തരമാണെങ്കിൽ പോലും അത് ആളുകളുടെ ധാരണ അങ്ങനെയാണ്. അങ്ങനെ ആളുകൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇടിയെക്കുറിച്ച് ഖുർആന്റെ പ്രയോഗം വമിൻ ആയാതിഹി യുരീകുമുൽ ബർഖ ഖൗഫൻ, അങ്ങനെ തന്നെ പറഞ്ഞത്. അവനാകുന്നു നിങ്ങൾക്ക് ഇടിമിന്നൽ കാണിച്ചു തരുന്നത്. എങ്ങനെ? ഭയപ്പാടോടുകൂടി തന്നെ. നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ട്, പക്ഷേ ഖുർആൻ അവിടെ നിർത്തിയില്ല. ഖൗഫൻ വത്വമഅൻ, നിങ്ങൾക്ക് അവിടെ ഒരു പ്രതീക്ഷയുമുണ്ട്. ഇടിമിന്നലിൽ നിങ്ങൾക്ക് ഭയം മാത്രം പോരാ, ഒരു പ്രതീക്ഷയുമുണ്ട്. പ്രതീക്ഷ ഉണ്ടാവണം. കാരണം അതിന്റെ അനന്തരമായിട്ടാണ് മഴ പെയ്യുന്നത്. ഈ മരിച്ചു കിടക്കുന്ന ഭൂമിയെ പുനരുജ്ജീവിപ്പിക്കുന്ന അങ്ങനെയാണ് എന്ന് ഖുർആൻ പറയുന്നു. എന്നാൽ പുതിയ കാലത്ത് ആധുനിക ശാസ്ത്രം ഇടിയെക്കുറിച്ച് പഠിച്ചപ്പോൾ ഒന്നുകൂടി പറഞ്ഞു തന്നു. എന്താ? ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു കിടക്കുന്ന, നിബിഡമായി കിടക്കുന്ന നൈട്രജൻ പാളികളെ നമ്മുടെ സസ്യങ്ങൾക്ക് വളമായി ലഭിക്കാവുന്ന പരുവത്തിൽ നൈട്രജൻ മിശ്രിതങ്ങളാക്കി മാറ്റുന്നത് ഇടിമിന്നലാണ് എന്ന്. അപ്പൊ നമ്മള് രാസവളങ്ങൾ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. എന്താ കാരണം അറിയോ? ഓരോ സസ്യത്തിനും ആവശ്യമുള്ള ശരിയായ, യാതൊരു തകരാറുമില്ലാത്ത, കുഴപ്പമില്ലാത്ത രാസവളങ്ങൾ കൃത്യമായി ഇടിമിന്നൽ സസ്യങ്ങൾക്ക് നൽകുന്നുണ്ട്. അതാ പറഞ്ഞത്. അതുകൊണ്ട് നമ്മളെ വക ഫാക്ഷൻ ബോസ് കൊടുക്കേണ്ട കാര്യമില്ല. അത് കൊടുത്താൽ പാടുണ്ടാവും. അത് നമ്മൾ ഉണ്ടാക്കിയതാണ്. മറ്റേ പടച്ചവൻ നേരിട്ടതാണ്. പടച്ചവൻ നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അതിന്റെ ഗുണമുണ്ടാവും. എല്ലാ വിഷയവും അങ്ങനെ തന്നെയാണ്. നമ്മൾ എവിടെയെങ്കിലും കൊത്തിക്കളച്ചാൽ, എവിടെയെങ്കിലും ഇടിച്ചു നിരത്തിയാൽ, എവിടെയെങ്കിലും കൈവച്ചാൽ അവിടെ പ്രശ്നമുണ്ടാകുന്ന ഖുർആൻ പറഞ്ഞാണ്. നമുക്കതറിയാം. എന്നാൽ പടച്ചറബ് കൈവച്ചാലോ? ഇപ്പോ പുരാതന അറേബ്യയെ കുറിച്ച് ചരിത്രം എന്താ? പുരാതന അറേബ്യ കൊടും കാടുകൾ കൊണ്ട് നിബിഡമായിരുന്നു. കൊടും കാടുകൾ. ആ കാടുകൾക്ക് മുകളിൽ കൊടുങ്കാറ്റുകൾ അടിച്ച് മണൽ തിട്ടകൾ വന്ന് മൂടി ഈ കാടുകൾ മണലിനടിയിൽ പിന്നെ അമർന്നു പോയതാണ്. പിന്നെ നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ് നമ്മൾ ആ മണൽ കുഴിച്ചു നോക്കുമ്പോ ഈ മരത്തിന്റെയും മറ്റു പല ജീവികളുടെയും ഫോസിലുകളിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് പെട്രോൾ. അപ്പോ അത് പടച്ചോനുണ്ടാക്കിയ സംവിധാനമാണ്. പടച്ചോൻ അതിനെ നശിപ്പിക്കുമ്പോൾ പോലും നമുക്കതിൽ പുതിയൊന്ന് ലഭിക്കും. മനുഷ്യൻ നശിപ്പിച്ചാലോ? അല്ല പറഞ്ഞല്ലോ, ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യകരങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് തൊട്ടാൽ പ്രശ്നമാണ്. എല്ലാത്തിലും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരെ. ഇപ്പോ പഴയ പോലെയല്ലോ. ഇപ്പൊ മിക്ക വീടുകളിലും 3 നേരം കഴിക്കാനുള്ള ഭക്ഷണം രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം ഉമ്മമാർക്ക് ഒരുപാട് സീരിയൽ ഇനിയും കാണാനുണ്ട്, ഒരുപാട് സിനിമ കാണാനുണ്ട്, ഒരുപാട് തിരക്കുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു സൗകര്യം എന്താ? ഭക്ഷണം മൊത്തത്തിൽ ഒരു നേരം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമുക്ക് തിരിണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കി വെച്ച ഭക്ഷണം രാവിലെ ഉണ്ടാക്കിയത് ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ കഴിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? നമ്മൾ ഉണ്ടാക്കിയതിന് ആവശ്യമുള്ളത് ഒരു സ്പൂണ് കൊണ്ട്, ഒരു കോരി കൊണ്ട് ഇങ്ങനെ കോരിയെടുത്ത് നമ്മുടെ പ്ലേറ്റിലേക്ക് നമ്മൾ കഴിക്കുന്നു. എന്നാൽ അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മെല്ലെ
കൈ കൊണ്ട് കോരിയെടുത്തു. കൈ കൊണ്ട് പാത്രത്തിൽ കൈയിട്ട് കോരിയെടുത്ത് അങ്ങനെ ഉണ്ടാവും. അടുത്ത വക്താവുമ്പോഴേക്ക് ആ ഭക്ഷണം പിന്നെ കഴിക്കാൻ പറ്റില്ല. അത്രമാത്രം അത് നശിച്ചിരിക്കും, ദുഷിച്ചിരിക്കും. അതാണ് മനുഷ്യന്റെ കൈയിന്റെ കുഴപ്പം. നമ്മുടെ കയ്യിലുള്ള സ്പൂണിനേക്കാൾ അപകടകരമാണ് നമ്മുടെ കൈകൾ. ഇത് കുറച്ചുകൂടി വിശാലമായി ഖുർആൻ പറഞ്ഞുള്ളൂ. നമ്മൾ എവിടെ കൈവച്ചാലും, ഈ മലകളിൽ മുഴുവനും നമ്മൾ കൈവച്ചു, അതിന്റെ അനന്തരഫലം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. കടലിൽ കൈവച്ചു, പുഴയിൽ കൈവച്ചു. നമുക്കറിയാലോ, കേരളത്തിൽ 6 മാസം സമൃദ്ധമായ മഴയുണ്ട്. 44ഓളം നദികളും കേരളത്തിലുണ്ട്. എന്നിട്ടും ഇന്ന് കുടിവെള്ളത്തിന് വേണ്ടി കുപ്പിവെള്ളം തേടേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയത് എന്തുകൊണ്ടാണ്? നമ്മുടെ തലതിരിഞ്ഞ സമീപനങ്ങൾ. ഈ പുരോഗതിയുമായി ബന്ധപ്പെട്ട്, പുരോഗമനവുമായി ബന്ധപ്പെട്ട് പുതിയ സംസ്കാരങ്ങൾ മാറി വന്നപ്പോ ഉണ്ടായിരിക്കുന്ന അപജയങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത്, ഇവിടെയൊക്കെ നമ്മുടെ കൈകൾ വെച്ചാൽ ഉണ്ടാകുന്ന അപകടം ഖുർആൻ പറഞ്ഞു വന്നത്. അപ്പോ മഴ ലഭിക്കുന്നത്, അതിലിപ്പോൾ നമുക്ക് ചിന്തിക്കുവാനും ആലോചിക്കുവാനുമുള്ള ഒരുപാട് വിഷയങ്ങൾ, അതങ്ങനെ കൃത്യമായി അതിലൊരു ഭാഗമാണെന്ത്? മഴയുടെ മുന്നോടിയായി ലഭിക്കുന്ന ഇടിമിന്നൽ. ആ ഇടിമിന്നലിൽ പോലും നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മൾ കാണാത്ത, നമ്മൾ അറിയാത്ത, നമ്മൾ നേരിട്ട് മനസ്സിലാക്കുവാൻ പലപ്പോഴും കഴിയാത്ത ഈ പ്രകൃതിയിലെ ഒരുപാട് സംവിധാനങ്ങളിൽ ഇടിമിന്നൽ ഇടപെടുകയും നമുക്ക് വേണ്ടി അത് പാകപ്പെട്ടു വരികയും ചെയ്യുന്നു എന്ന് ഖുർആൻ അന്ന് നൽകുന്ന സൂചന പുതിയ കാലത്ത് നാം പഠിച്ചെടുക്കുകയാണ്, മനസ്സിലാക്കിയെടുക്കണം. ഇങ്ങനെ ഓരോ വിഷയത്തിലും. അതുപോലെ തന്നെ ഇടിമിന്നലിലൂടെ പ്രകൃതിയിൽ ആവശ്യമുള്ള സംഗതികൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് മഴയുണ്ടാകുന്നു, അതുപോലെ നൈട്രജൻ മിശ്രിതങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ അനന്തരഫലമായി ഭൂമി എന്തുണ്ടാവുന്നു? ഇവിടെ സസ്യങ്ങൾ മുളച്ചുകൊണ്ടിരിക്കുന്നു. ഖുർആന്റെ ചോദ്യം, അഫറഅയ്തും മാ തഹറുസൂൻ അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. നിങ്ങൾ കൃഷി ചെയ്യുന്നവരാണല്ലോ, ആ കൃഷിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളാണോ അതിനെ മുളപ്പിച്ചു വളർത്തുന്നവർ, അതല്ല നമ്മളാണോ? ഒരു കർഷകന് ഭൂമി ഉഴുതുമറിച്ച് പാകപ്പെടുത്താൻ കഴിയും, അതിൽ വെള്ളവും വളവും ചേർക്കാൻ കഴിയും, അതിൽ വിത്ത് വിതക്കാൻ സാധിക്കും. പക്ഷെ മുളപ്പിക്കാൻ ഒരു കർഷകനും സാധ്യമല്ല. അവിടെ അള്ളാഹു പറഞ്ഞ ഉത്തരമുണ്ട്, ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ. തീർച്ചയായും അള്ളാഹു എല്ലാ വിത്തുകളെയും മുളപ്പിക്കുന്നു, എല്ലാ വിത്തുകളെയും പിളർക്കുന്നു. പ്രത്യേകമായി പറഞ്ഞു, ഈത്തപ്പഴത്തിന്റെ വിത്തിനെ മുളപ്പിക്കുന്നു. എന്താ പ്രത്യേകം പറയാൻ കാരണം? അതിന് പ്രത്യേകത ഉള്ളത് തന്നെയാണ്. ഈത്തപ്പഴത്തിന് പ്രത്യേകത ഉള്ളതുപോലെ തന്നെ അതിന്റെ വിത്തിനും പ്രത്യേകത ഉണ്ട്. ആ വിത്ത് നമ്മൾ വായിലിട്ട് കടിച്ചാൽ പല്ല് പൊട്ടി പോകും. അത്രയും ശക്തമാണ്. അത്രയും ശക്തമായ ബലിഷ്ഠമായ പുറന്തോടാണ് ഈത്തപ്പഴത്തിന്റെ വിത്തിനുള്ളത്. എന്നാൽ അത് മണ്ണിലിട്ടാൽ 2, 3, 4 ദിവസം കഴിയുമ്പോ അതിന്റെ ആ ശക്തമായ പുറന്തോടിനെ പിളർത്തിയിട്ട് ഒരു നാമ്പ് ഇങ്ങനെ പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്ന നാമ്പ് ഒരു ഇരുമ്പിന്റെ ആണിയാണെങ്കിൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ വരുന്ന ആ നാമ്പിന്റെ അവസ്ഥ എന്താ? ആ മുളയുടെ അവസ്ഥ എന്താ? ഒന്ന് ഊതിയാൽ പൊട്ടാൻ അത്രയും ദുർബലമാണ്, അത്രയും നിർമ്മലമാണ്. അത്രയും ദുർബലമായ നിർമ്മലമായ ആ ഒരു നാമ്പിന് ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു പുറന്തോടിനെ സ്വയം പിളർത്തി പുറത്തു വരാൻ കഴിയുമോ? കഴിയില്ല എന്നാണ് ഖുർആൻ സൂചിപ്പിച്ചത്. അതാണ് ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ. അവനാകുന്നു, അല്ലാഹു ആകുന്നു എല്ലാ വിത്തുകളെയും, പ്രത്യേകിച്ച് ഈത്തപ്പഴത്തിന്റെ വിത്തിനെയും പിളർക്കുന്നവൻ, മുളപ്പിക്കുന്നവൻ എന്ന് ഖുർആൻ പ്രയോഗിച്ചത്. അപ്പോ ഒരു കർഷകന് തന്റെ കൃഷിയിടത്തിൽ ഇരുന്നു കൊണ്ട് ആലോചിക്കാവുന്ന കാര്യങ്ങളാണ് ഖുർആൻ പറഞ്ഞു വെച്ചത്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഈ കൃഷിക്ക് നാശം വരാതിരിക്കാൻ ആ കൃഷിയിടത്തിൽ നമ്മൾ എന്തെങ്കിലും കോലങ്ങൾ സ്ഥാപിക്കില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, കൃഷിയിടം ഇങ്ങനെ വളഞ്ഞു വരുമ്പോ അവിടെ കാണാം എന്തെങ്കിലും കോലങ്ങൾ, ഒരു പാന്റ് കുപ്പായൊക്കെ അമ്മായി, അല്ലെ, തലയിൽ ഒരു ചട്ടിയൊക്കെ എത്തിയിട്ട് ഇങ്ങനെ. എന്താ, ആരോ പോകുമ്പോ ഇങ്ങനെ നോക്കിയാൽ ഈ കൃഷി കഴിഞ്ഞു പോകുന്നുള്ളതാണ്. ഈ കൃഷി ഇത്ര വളർന്നു വരാൻ നമ്മെ സഹായിച്ചത് പടച്ച റബ്ബാകുന്നു എന്ന തിരിച്ചറിവിൽ നിന്ന് ഈ അന്ധവിശ്വാസങ്ങളെ വിട്ട് യഥാർത്ഥ വിശ്വാസങ്ങളിലേക്ക് ഒരു മനുഷ്യന് വരാൻ കഴിയും. മാത്രമല്ല, കൃഷി വിളവെടുക്കുമ്പോ ഖുർആൻ പറഞ്ഞെന്താ, വആതു ഹഖ്ഖഹു ഇൻദ ഹസാദിഹി. ആ കൃഷി വിളവെടുക്കുമ്പോ അതിന്റെ സക്കാത്ത് അവിടെ തന്നെ കൊടുക്കണം. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹം അവിടെ സക്കാത്ത് കൊടുക്കുന്നതിന് പകരം ഏതെങ്കിലും നേർച്ചക്കാർക്ക്, മരിച്ചുപോയിരിക്കുന്ന മഹാന്മാരുടെ കബറിടത്തിലേക്ക്, അവിടുത്തെ നേർച്ച പൂരങ്ങളിലേക്കാണ് ഇതിന്റെ വിഹിതം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ വിശ്വാസം ഈ കൃഷിയെ മുളപ്പിച്ചത്, കാത്തു സൂക്ഷിക്കുന്നത്, സംരക്ഷിക്കുന്നത് ആ മരിച്ചുപോയിരിക്കുന്ന മഹാന്മാരാകുന്നു എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിനെ അറിയുവാനും മനസ്സിലാക്കുവാനും അവിടേക്ക് എത്തുവാനും അവൻ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന അടയാളങ്ങൾ നിലക്ക് ഖുർആൻ വിഷയം പറയുമ്പോൾ ഈ പറഞ്ഞു വെച്ച കാര്യങ്ങളെ കുറിച്ചെല്ലാം മനുഷ്യൻ പഠിക്കുന്നത്, അന്വേഷിക്കുന്നത്, കണ്ടെത്തുന്നത് അടുത്ത കാലത്ത് മാത്രമാകുന്നു. തീർന്നില്ല. ഇതുപോലെ തന്നെ ഖുർആൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ സുമ്മ റജിൽ ബസറ കറതൈൻ യൻഖലിബു ഇലൈക്കൽ ബസറു ഖാസിയൻ വഹുവ അസീർ. നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ്.
അള്ള പറയുകയാണ്, നിങ്ങൾ ഇതാ അള്ളാഹുവിന്റെ സൃഷ്ടി പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ കണ്ണോടിക്കുക, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ അന്വേഷിക്കുക. എന്നിട്ട് എവിടെയെങ്കിലും ഒരു പാകപ്പഴവ്, ഒരു പോരായ്മ, ഒരു അബദ്ധം, ഒരു പാളിച്ച നിങ്ങൾക്ക് കാണുവാനും ചൂണ്ടിക്കാണിക്കുവാനും സാധിക്കുമോ? എങ്കിൽ നിങ്ങൾക്ക് ഒരു നോട്ടം കൊണ്ട് സാധ്യമല്ലെങ്കിൽ പിന്നെയും നോക്കുക. എന്നിട്ടും നിങ്ങൾക്ക് ഒരു പാളിച്ചയോ ഒരു അബദ്ധമോ ഒരു പോരായ്മയോ കാണാൻ കഴിയാതെ നിരാശരായി ദുഃഖിതരായി നിങ്ങളുടെ കണ്ണുകൾ താഴോട്ട് വരുമെന്ന് ഖുർആനാണ് പറഞ്ഞു വെച്ചത്. ഈ ആയത്ത് ഖുർആനിൽ വന്നിട്ട് 1400 കൊല്ലങ്ങൾ കഴിഞ്ഞു. ഇന്ന് വരെയുള്ള മനുഷ്യന്റെ പ്രകൃതി പഠനത്തിൽ, പ്രപഞ്ച പഠനത്തിൽ എവിടെയെങ്കിലും ഒരു താളപ്പഴ, ഒരു പാകപ്പഴ, ഒരു പോരായ്മ, ഒരു അബദ്ധം, ഒരു അപാകത, അങ്ങനെ തുടങ്ങി എന്തെങ്കിലും ഒന്ന് ഒരാൾക്ക് പോലും ഇന്ന് വരെയും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഖുർആൻ എടുത്തു വെച്ചത്. മാത്രമല്ല, അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനത റത്ഖൻ ഫഫതഖനാഹുമാ. ഖുർആൻ പറയുകയാണ്, ഈ നിഷേധികൾ കാണുന്നില്ലയോ ഈ പ്രപഞ്ചം, ആകാശങ്ങളും ഭൂമിയും ഒക്കെ ചേർന്നിരിക്കുന്ന ഈ പ്രപഞ്ചം ഒട്ടിച്ചേർന്നതായിരുന്നുവെന്നും നാം ആകുന്നു അതിനെ വേർതിരിച്ച് ഒരുപാട് ഗോളങ്ങളാക്കി, ഒരുപാട് ഗ്രഹങ്ങളാക്കി, നക്ഷത്രങ്ങളാക്കി മാറ്റിയത് എന്നും അവർ കാണുന്നില്ലയോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ആധുനിക ശാസ്ത്രം പ്രപഞ്ചത്തെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞു വെച്ചെന്താ, അവസാനം അവരെത്തിയെന്താ, ഇതിങ്ങനെ ഒരു പുകപടലമായിരുന്നു, അതിലിങ്ങനെ ഊർജത്തിന്റെ സമ്മർദ്ദം ഇങ്ങനെ വർദ്ധിച്ചു വന്നപ്പോ ഇടക്കാലത്ത് അതൊന്ന് പൊട്ടിത്തെറിച്ചു. അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടാണ് ഭൂമി ഉണ്ടായത്, സൂര്യൻ ഉണ്ടായത്, ചന്ദ്രൻ ഉണ്ടായത്, നക്ഷത്രങ്ങൾ ഉണ്ടായത് എന്നാണ് നമുക്ക് പറയാൻ സാധിച്ചത്. പക്ഷേ എന്താ വിഷയം? അതൊരു കേവലം പൊട്ടിത്തെറിയാണോ? അതല്ല, പൊട്ടിത്തെറിപ്പിച്ചതാണോ? അത് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ട്? ഖുർആൻ തന്നെ വേർത്ത് പറഞ്ഞെന്താ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. അല്ലാഹു പറയുന്നു, ആകാശങ്ങളും ഭൂമിയും ഒക്കെ, അതുപോലെ രാവും പകലുമൊക്കെ മനുഷ്യന്റെ ചിന്തയിൽ കൊണ്ടുവരേണ്ട വിഷയമാണ്, ആലോചിക്കേണ്ട വിഷയമാണ്, അന്വേഷിക്കേണ്ട വിഷയമാണ്, പഠിക്കേണ്ട വിഷയമാണ്. അവിടെ അവർക്ക് ആ പഠനത്തിന്റെ അപ്പുറത്ത് തന്റെ റബ്ബിനെ നേരിൽ കാണാൻ കഴിയും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്താണ് അവിടെ പഠിക്കാനുള്ളത്? എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ സൂചിപ്പിച്ചെന്താരോ, ഇതിങ്ങനെ കേവലം ഒരു പൊട്ടിത്തെറിച്ചായിരുന്നുവെങ്കിൽ നമുക്കറിയാം, ഭൂമിയും സൂര്യൻ തമ്മിൽ അകലെത്രയാണ്? ഭൂമിയും സൂര്യനും തമ്മിൽ ഏകദേശം 15 കോടി കിലോമീറ്റർ അകലമുണ്ട്. 15 കോടി കിലോമീറ്റർ അകലം. ഈ അകലം നിലനിൽക്കുന്ന എങ്ങനെയാ? ഈ അകലം കൂടിയാലും കുറഞ്ഞാലോ പാടാ നമുക്കറിയാം. എന്താ കൂടിയാലോ കുഴപ്പം? അകലം കൂടിയാൽ സൂര്യന്റെ പ്രകാശവും അതിന്റെ ചൂടും ഭൂമിക്ക് ലഭിക്കാതെ ഭൂമി ഒരു തണുത്തുറഞ്ഞ് ഒരു ഐസ് ഗോളമായി മാറും. ഒരു മനുഷ്യനോ മറ്റു ജീവജാലങ്ങൾക്കോ ജീവിക്കാൻ കഴിയാത്ത പരുവത്തിലേക്ക് ഭൂമി മാറും. മരിച്ചായാൽ ഭൂമിയും സൂര്യൻ തമ്മിലുള്ള അകലം കുറഞ്ഞാൽ സൂര്യന്റെ ചൂടേറ്റിട്ട് ഭൂമി കത്തിക്കരിഞ്ഞ് ഒരു തീഗോളമായി മാറും. അപ്പോഴും ഒരു ജീവിക്കും ജീവിക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭൂമിയും സൂര്യനും നിൽക്കുന്ന ഈ അകലമുണ്ടല്ലോ, അത് കൃത്യമാണ്, അത് കറക്റ്റാണ്, അത് യാതൊരു പാളിച്ചയുമില്ല എന്നാണ് പറഞ്ഞത്. ഇതെങ്ങനെ സംഭവിച്ചു? കേവലം ഒരു പൊട്ടിത്തെറിയിലൂടെ ആണെങ്കിൽ അത് സംഭവിക്കുമോ, ഉണ്ടാകുമോ? ശാസ്ത്രം തന്നെ പറയുന്നു, ഏകദേശം 15 കോടി കിലോമീറ്റർ അകലം പാലിച്ചുകൊണ്ടാണ് ഭൂമിയും സൂര്യനും നിലകൊള്ളുന്നത്. ആ അകലം പാലിക്കുവാൻ ഭൂമിയെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമേതാ? ഭൂമിയുടെ സഞ്ചാര വേഗതയാണ്. ഭൂമി ഒരു മണിക്കൂറിൽ 10,800 കിലോമീറ്റർ വേഗതയിൽ സൂര്യനെ വലം വെക്കുന്നു. ആ 10,800 കിലോമീറ്റർ വേഗതയാണ് സൂര്യനിൽ നിന്നുള്ള അകലം പാലിക്കുവാൻ ഭൂമിയെ സഹായിക്കുന്നത്. വല്ലാതെ അകന്നില്ല, എന്നാൽ വല്ലാതെ അടുത്തില്ല. അതുകൊണ്ട് സൂര്യന്റെ ചൂടും അതിന്റെ പ്രകാശവും നമുക്ക് ആവശ്യത്തിന് ഉപയുക്തമായ വിധത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചത്. അപ്പോ ഇതൊരു കേവല പൊട്ടിത്തെറിയല്ല, കേവലം അങ്ങനെ സംഭവിച്ചു പോയതല്ല, മറിച്ച് അതിന്റെ പിന്നിൽ കൃത്യമായ പ്ലാനിംഗ് ഉള്ള പദ്ധതിയുള്ള ഒരു സൃഷ്ടാവിന്റെ സാന്നിധ്യമുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞു വെച്ചത്. അവിടേക്കാണ് എത്താൻ കഴിയുക. അതുപോലെ തന്നെ വേറെ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിലൊരു വിഷയം, പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണെന്ത്? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദിഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഇന്ന് നിങ്ങളുടെ നാവിന് സീല് വെക്കും, നിങ്ങളുടെ വായ് അടക്കപ്പെടും, നിങ്ങളുടെ കൈകൾ സംസാരിക്കും, നിങ്ങളുടെ കാലുകൾ സാക്ഷി പറയും എന്നൊക്കെ ഖുർആൻ പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു പറഞ്ഞെന്താ? ഹത്താ ഇദാ മാ ജാഊഹ ഷഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. പരലോകത്ത് വരുമ്പോ മനുഷ്യന്റെ കണ്ണുകളും അവന്റെ കാതുകളും അവന്റെ തൊലികളും അവനെതിരെ സാക്ഷി പറയും. ഇത്രയും പറയുമ്പോ ഖുർആൻ പറഞ്ഞതുകൊണ്ട് വിശ്വാസികളൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ വിശ്വാസികളല്ലാത്തവർക്ക് അംഗീകരിക്കാൻ മാർഗമുണ്ട്. ഖുർആൻ നേരത്തെ പറഞ്ഞു വെച്ച വേറെ വിഷയമുണ്ട്.
പരലോകത്തെക്കുറിച്ച് പറയുന്നിടത്ത് തന്നെ പറഞ്ഞു വെച്ചത് ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, മനുഷ്യന്റെ ഈ വിരൽത്തുമ്പുകൾ ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവനാകുന്നു അല്ലാഹു എന്ന്. എന്താണ് പറഞ്ഞത്? മനുഷ്യ സൃഷ്ടിപ്പത്തിന് അത് സങ്കീർണമാണ്, അതിസങ്കീർണമാണ്. മനുഷ്യന് ഇന്ന് ഊഹിച്ചാൽ എത്താൻ കഴിയാത്ത അത്യധികം സങ്കീർണമായിരിക്കുന്ന ഒരുപാട് ഘട്ടങ്ങളോടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന അല്ലാഹു ഈ വിരൽത്തുമ്പ് ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൽ ഒരർത്ഥം, ലോകത്ത് 700 കോടിയിലധികം വരുന്ന മനുഷ്യർക്കെല്ലാം അവരെ വ്യത്യസ്തരാക്കുന്ന, വൈവിധ്യരാക്കുന്ന, അവരെ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന അവരുടെ ഏറ്റവും ചെറിയ എന്നാൽ ഏറ്റവും വലിയ ഐഡന്റിറ്റിയാണ് ഈ വിരൽത്തുമ്പ്. എനിക്കുള്ള ആധാരത്തിൽ എന്റെ വിരൽത്തുമ്പ് ഞാൻ പതിച്ചു കഴിഞ്ഞാൽ അതൊരു കള്ളപ്പെടാൻ വേറാക്കും കടയില്ല, അത് എനിക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്റെ വിരൽ മുറിച്ചുകൊണ്ടാണ് എന്നിട്ടാണ്. കാരണം ഈ വിരൽത്തുമ്പിന്റെ ചിത്രം ലോകത്ത് മറ്റൊരു വിരൽത്തുമ്പിനുമില്ല. അതിൽ അത്ഭുതമാണ്. മനുഷ്യന് കണ്ടെത്തുന്നത് ഈ അടുത്ത കാലത്ത് മാത്രമാണ്. എന്നാൽ രണ്ടാമത്തെ വിഷയം എന്താ? നമുക്ക് അനുകൂലമായി ഒരുപാട് ആധാരങ്ങൾ നമുക്ക് ഒപ്പിടാൻ പറ്റും. മറുവശമുണ്ട്. എന്താ മറുവശം? നമ്മളൊരു അക്രമം ചെയ്താൽ, ഒരു അബദ്ധം ചെയ്താൽ, ഒരു കേസിൽ പെട്ടാൽ, ഒരു കളവ് കേസിലോ ഒരു കൊലപാതകത്തിലോ നമ്മൾ പെട്ടാൽ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്നു. അവർ കൂടെ കൊണ്ടുവരുന്ന ടീമാരാ വിരലടയാള വിദഗ്ധന്മാർ. നമ്മുടെ വിരൽത്തുമ്പിന്റെ അടയാളങ്ങൾ അവർ ശേഖരിക്കുന്നു. അവിടെ നമ്മൾ പ്രതികളാക്കപ്പെടുന്നു. ആ പ്രതികളാക്കുവാൻ അവരെ സഹായിച്ചതാരാ? നമ്മുടെ വിരൽത്തുമ്പുകൾ. ദുനിയാവിൽ നിങ്ങളുടെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ, ചില അവയവങ്ങൾ നിങ്ങൾക്കെതിരെ സാക്ഷി പറയും എന്നാണ് ഖുർആൻ പറഞ്ഞത്. ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, നിങ്ങളുടെ വിരൽത്തുമ്പുകൾ ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് അവർ എന്ന് പറയുമ്പോൾ അതിന്റെ മറുവശം അതാണ്. നിങ്ങൾക്കെതിരെ സാക്ഷി പറയുവാൻ ദുനിയാവിൽ തന്നെ നിങ്ങളുടെ അവയവങ്ങൾ തയ്യാറാകുമെങ്കിൽ പാരത്രിക ലോകത്ത് എല്ലാത്തിനും ഒരു പുതുമയുണ്ടല്ലോ, ഒരു പ്രത്യേകതയുണ്ടല്ലോ. ആ പ്രത്യേകമായിരിക്കുന്ന ലോകത്ത് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും, നിങ്ങളുടെ കാലുകൾ, നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ കാതുകൾ, നിങ്ങളുടെ തൊലികൾ നിങ്ങൾക്കെതിരെ സാക്ഷി പറയും. അപ്പോ മനുഷ്യൻ ചോദിക്കുക ഇവരോടൊക്കെ, നിങ്ങൾ എന്തിനാ ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത്? അവർ പറയുന്ന മറുപടി അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ചിരിക്കുന്ന അല്ലാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചിരിക്കുന്നു എന്ന്. അതാണ് മറുപടി. ഞാൻ സൂചിപ്പിച്ചത് പരലോകത്തിലെ ശിക്ഷാരക്ഷകളെ കുറിച്ച് പറയുന്നിടത്ത്, വിചാരണയെ കുറിച്ച് പറയുന്നിടത്തുള്ള വാചകങ്ങളെപ്പോലും നമുക്ക് ഈ ഭൗതിക ലോകത്തിരുന്നു കൊണ്ട് ഖുർആനിന്റെ തണലിലൂടെ തന്നെ നമുക്കത് ആലോചിക്കുവാനും ചിന്തിക്കുവാനും കണ്ടെത്തുവാനും സാധിക്കുമെന്നാണ്. മറ്റൊരു ഭാഗം ഖുർആൻ ഇങ്ങനെ പറയുന്നു, വനഖ്റുജ് ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ. പരലോകത്ത് വരുമ്പോ ഒരു അന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രന്ഥം അവരുടെ കയ്യിൽ നാം നൽകും. അന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന പറഞ്ഞാൽ എനിക്ക് എന്റെ ഗ്രന്ഥം, നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രന്ഥം, എല്ലാത്തിന്റെയും ഉടമകൾ അവരവർ മാത്രം. ആ ഗ്രന്ഥം വലതുകൈയിൽ ലഭിക്കുന്നവർക്ക് വളരെ സന്തോഷവും ഇടതുകൈയിൽ ലഭിക്കുന്നവർക്ക് സങ്കടവുമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടു തുടങ്ങിയിരിക്കുന്ന കാലം ഒരു 10-40 കൊല്ലം മുമ്പാണ് നമ്മൾ കേട്ടു തുടങ്ങുന്നത് അല്ലേ? നമ്മളൊരു പ്രായം. ആ കാലത്ത് നമ്മൾ കേട്ടപ്പോൾ എന്താ മനസ്സിലായത്? മദ്രസ ഉസ്താദ് പറഞ്ഞു, നമ്മുടെയൊക്കെ കാര്യങ്ങൾ, കർമ്മങ്ങളൊക്കെ ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അത് പരലോകത്ത് വരുമ്പോൾ കയ്യെത്തരും, വലതേ കൈ കിട്ടിയ ഉഷാറായി അല്ലേ? എങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആ ഗ്രന്ഥം വെച്ച് കണക്കൂട്ടി എന്താ അവസ്ഥ? ഒരു മനുഷ്യന്റെ കർമ്മരേഖ തയ്യാറാക്കാൻ ആ ഗ്രന്ഥത്തിന് എത്ര പേജ് വേണം? കാരണം നമ്മുടെ മനസ്സിലുള്ള രേഖ എന്ന് പറഞ്ഞാൽ കടലാസും ചട്ടയൊക്കെ ആണല്ലോ. എത്ര പേജ് വേണം? 100 പേജ്, 1000 പേജ്, 10,000 പേജ്, 1,00,000 പേജ്, 1 കോടി പേജ്? അതുകൊണ്ട് തീരുമോ? ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള അവന്റെ കർമ്മങ്ങൾ, വാക്കുകൾ, പ്രവർത്തനങ്ങൾ, വികാരങ്ങൾ, അവന്റെ മനസ്സ് മന്ത്രിച്ചതടക്കം എല്ലാം രേഖപ്പെടുത്തി വെക്കണമെങ്കിൽ എത്ര പേജ് വേണ്ടി വരും? അപ്പൊ അത്രയും വലിയൊരു ഗ്രന്ഥം വലതു കൈ തന്നെ കിട്ടിയാലും വാങ്ങാൻ കഴിയോ? അങ്ങനെ ആലോചിക്കാലോ, അങ്ങനെയും ആലോചിക്കാലോ. പക്ഷെ നമുക്ക് അത്രയേ ആലോചിക്കേണ്ടി വന്നിട്ടുള്ളൂ. എന്നാൽ ഈ ആയത്ത് ഇറങ്ങണ കാലത്ത് അന്നത്തെ ആളുകൾ എന്താ ആലോചിച്ചിരിക്കുക? 6-ാം നൂറ്റാണ്ടിൽ അറബികളുടെ മുമ്പിലുള്ള രേഖ എന്താ? കിതാബ് എന്താ? അവരുടെ കയ്യിലെ കിതാബ് എന്ന് പറഞ്ഞാൽ ആണിയെടുത്തിട്ട് കല്ലുകളിലും മരങ്ങളിലും മൃഗത്തിന്റെ തൊലികളിലും ഒക്കെ എഴുതി വെക്കുന്നതാണ് അവരുടെ കയ്യിലെ കിതാബ്. അപ്പോൾ അവർക്ക് ആലോചിക്കാം, പരലോകത്ത് വരുമ്പോ വലതു കൈ കിട്ടുന്ന ഗ്രന്ഥമാണെങ്കിലും ആ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ എത്ര ലോഡ് കല്ലുകളായിരിക്കും, എത്ര ലോഡ് മരങ്ങളായിരിക്കും, എത്ര ലോഡ് മൃഗത്തിന്റെ തൊലികളായിരിക്കും, എത്ര ലോഡ് ഇലകളായിരിക്കും? അങ്ങനെ ചിന്തിക്കാമായിരുന്നില്ലേ? പക്ഷേ പുതിയ കാലത്ത് നമ്മുടെ മക്കൾ 1-ൽ പഠിക്കുന്ന, 2-ൽ പഠിക്കുന്ന, 3-ൽ പഠിക്കുന്ന, അല്ല KG ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യന്റെ വാഗ്വിചാരങ്ങൾ, അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ മനസ്സ് മന്ത്രിക്കുന്ന കാര്യങ്ങളെല്ലാം പടച്ചറബിന്റെ റെക്കോർഡിംഗ് സിസ്റ്റങ്ങൾക്ക് വിധേയമാവാതെ കടന്നു പോകുന്നില്ല എന്ന സൂറത്തുൽ കാഫിലെ വാക്യം നമുക്ക് ബോധ്യപ്പെടും. എങ്ങനെയാ?
ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ അടങ്ങുന്ന ഒരു വലിയ ലൈബ്രറി. ആ ലൈബ്രറിയിലെ വിജ്ഞാന ശേഖരങ്ങൾ മുഴുവനും എന്റെ ഈ നഖത്തോളം വലിപ്പമുള്ള ഒരു ചിപ്പിനകത്ത്, ഒരു മെമ്മറി കാർഡകത്ത് എനിക്ക് തന്നെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുവാൻ സാധിക്കുമെന്നത് പുതിയ കാലഘട്ടത്തിന്റെ അറിവാണ്, അന്വേഷണമാണ്, പഠനമാണ്, ഗവേഷണമാണ്, കണ്ടെത്തലാണ്. അതിന് സഹായിച്ചത് എനിക്ക് എന്റെ ബുദ്ധിയാണ്. ഞാനെന്ന ഈ ചെറിയ മനുഷ്യന്റെ ചെറിയ ബുദ്ധി. എങ്കിൽ ഈ ബുദ്ധി എനിക്ക് നൽകിയ, അഥവാ മനുഷ്യകുലത്തിന് ഈ ബുദ്ധി നൽകിയിരിക്കുന്ന പടച്ച റബ്ബ പറഞ്ഞത്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങളുടെ വിചാര വികാരങ്ങൾ അവൻ റെക്കോർഡ് ചെയ്യുന്നു, രേഖപ്പെടുത്തി വെക്കുന്നു. അത് നിങ്ങളുടെ കയ്യിൽ നൽകുന്നു. ഇത് ഒരുപക്ഷെ ആ കാലഘട്ടത്തെക്കാൾ ഇന്നത്തെ മനുഷ്യർക്ക് വളരെ പെട്ടെന്ന് ഉൾക്കൊള്ളുവാൻ കഴിയും എന്നാണ് സൂചിപ്പിച്ചത്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. ഖുർആന്റെ ചോദ്യമുണ്ട്, കൈഫ തക്ഫുറൂന ബില്ലാഹ് കൈഫ തക്ഫുറൂന ബില്ലാഹ് വകുൻതും അംവാതൻ ഫഅഹയാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യികും സുമ്മ ഇലൈഹി തുർജഊൻ. നിങ്ങൾ എങ്ങനെയാണ് ദൈവനിഷേധികളായി മാറുക? നിങ്ങൾക്ക് എങ്ങനെയാണ് നിഷേധിക്കുവാൻ സാധിക്കുക? നിങ്ങൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾ മയ്യത്തായിരുന്നുവല്ലോ. പിന്നെ അവൻ നിങ്ങൾക്ക് ജീവിതം നൽകി, അവൻ തന്നെ നിങ്ങൾക്ക് മരണവും നൽകി, അവൻ വീണ്ടും നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ നിഷേധിക്കും? ഖുർആൻ വളരെ വിശദമായി ആ വിഷയത്തിലേക്ക് കടന്നു പോയിട്ടുണ്ട്. ഞാൻ അത് വിശദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം പറയുന്നു, നമ്മുടെ ജനനം നമ്മുടെ കയ്യിലല്ല. ഈ ഭൂമിയിൽ ഏതു മനുഷ്യൻ എവിടെ, ഏതു കാലത്ത്, ഏത് മാതാപിതാക്കളുടെ മകനായി മകളായി ജനിക്കണമെന്നത് പടച്ച റബ്ബിന്റെ മാത്രം തീരുമാനം. അതുകൊണ്ട് തന്നെ എവിടെ എപ്പോൾ മരിക്കണമെന്നതും അവന്റെ മാത്രം തീരുമാനം. ഈ രണ്ടും അവന്റെ കയ്യിലാണ്, നമ്മുടെ കയ്യിലല്ല. പക്ഷേ ഈ രണ്ടു കാര്യങ്ങളും നാം അറിയുന്നു, അനുഭവിക്കുന്നു, അംഗീകരിക്കുന്നു. നമ്മുടെ കയ്യിലില്ലാതെ തന്നെ ഇങ്ങനെ ഈ രണ്ടു കാര്യങ്ങൾ നടക്കുമെങ്കിൽ മൂന്നാമതൊരു കാര്യം കൂടി അള്ളാഹ് പറഞ്ഞു, വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾ പുനർജനിപ്പിക്കും. നിങ്ങളെങ്ങനെ നിഷേധിക്കും? നിങ്ങളെങ്ങനെ നിഷേധിക്കും? കഴിയില്ല. ഒന്നുകൂടി പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞല്ലോ, അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു വബദഅ ഖലഖൽ ഇൻസാന മിൻ തീൻ. പടച്ചറബിനെ കുറിച്ച് പറഞ്ഞപ്പോ അവൻ സൃഷ്ടിച്ച എല്ലാറ്റിനെയും അവൻ മികച്ചതാക്കി. അതിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്ന് ആരംഭിച്ചു. മണ്ണിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചത് എന്ന് ഖുർആൻ പറയുന്ന കാലത്ത് മണ്ണും മനുഷ്യനും ഒന്നാണ് എന്ന് ലോകത്താർക്കും അറിയില്ല, മനുഷ്യനറിയില്ല, ആർക്കും അറിയില്ല. ആ കാലത്ത് പറഞ്ഞു വെച്ചത്. പക്ഷെ ഇപ്പോൾ നമ്മൾ സമ്മതിക്കുന്നു, ഈ മണ്ണിലുള്ള ധാതുക്കളും ലവണങ്ങളും പച്ചവെള്ളവും കാർബണും ഒക്കെ ചേർന്നതാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. ആ ശരീരം വീണ്ടും മണ്ണിലേക്ക് പോകുമെന്നാ സംഭവിക്കുന്നത്. ഇതേ കാർബണായി, ലവണങ്ങളായി, ധാതുക്കളായി, പച്ചവെള്ളമായി മാറുന്നു എന്ന് മാത്രം. ഏതുപോലെ പഞ്ചസാര വെള്ളത്തിലിട്ടാൽ സംഭവിക്കുക? പഞ്ചസാര വെള്ളത്തിലിട്ടാൽ തലക്കാലത്തേക്ക് പഞ്ചസാര കാണില്ല, അതിൽ ലയിച്ചു പോയി നമ്മൾ പറയുന്നത് അല്ലേ? എങ്ങനെയാ ലയിക്കുന്നത്? വെള്ളത്തിന്റെ കുമിളകൾക്കുള്ളിൽ പഞ്ചസാരയുടെ കുമിളകൾ ഒളിച്ചിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യ ശരീരം മണ്ണിലേക്ക് വെച്ചാൽ ബാക്ടീരിയയുടെ സഹായമുണ്ടെങ്കിൽ അത് പഴയ ധാതുക്കളും ലവണങ്ങളും പച്ചവെള്ളവും ഒക്കെ ആയി, കാർബണൊക്കെ ആയിട്ട് മണ്ണിന്റെ കുമിളകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നു. നേരത്തെ അവിടെ നിന്ന് ഈ മനുഷ്യനെ കൊണ്ടുവന്നിരിക്കുന്ന പടച്ച റബ്ബിന് വീണ്ടും ഒരിക്കൽ കൂടി കൊണ്ടുവരുവാൻ വല്ല പ്രയാസമുണ്ടോ എന്നാ ഖുർആന്റെ ചോദ്യം. അപ്പോ ഇങ്ങനെ ഏത് വിഷയത്തെക്കുറിച്ചും ഖുർആൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏതു കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കുവാനും അന്വേഷിക്കുവാനും നമുക്ക് സാധിച്ചാൽ ഖുർആൻ നമുക്ക് നൽകുന്ന ചിന്ത എന്താണ്, ആലോചന എന്താണ്, യുക്തി എന്താണ്, വിചാരം എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടും. ഒന്നുകൂടി പറയട്ടെ, മനുഷ്യനെ വേർതിരിക്കുന്ന ഒരു ഘടകം ഖുർആന്റെ തുടക്കത്തിൽ പറഞ്ഞു. എന്താ? ഇപ്പോ ശാസ്ത്രത്തിന്റെ പേരിൽ പറയാൻ ശ്രമിച്ച സംഗതിയാണെന്ത്? മനുഷ്യന് കുരങ്ങന്റെ മക്കളാണെന്നുള്ളത്. കുരങ്ങ് വർഗത്തെ ചിമ്പാൻസി അതിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് അതിന് വാല് മുറിഞ്ഞുപോയി, പിന്നെ താടിയെല്ലൊക്കെ ഒന്ന് ശരിയായി, രോമങ്ങളൊക്കെ കൊഴിഞ്ഞുപോയി. അങ്ങനെ ഒരു പ്രത്യേക രൂപത്തിൽ ഇങ്ങനെ മാറിയിട്ട് ഒരു മനുഷ്യനായി. അതാണ് ഡാർവിൻ പറഞ്ഞത്. അത് ഡാർവിനെ കുറിച്ച് ശരിയായിരിക്കാം ഒരു പക്ഷേ മനുഷ്യന്മാരെ കുറിച്ച് ശരിയല്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരു കുരങ്ങന് നൂറ്റാണ്ടുകൾക്ക്, സഹസ്രാബ്ദങ്ങൾക്ക് അപ്പുറത്ത് എഴുന്നേറ്റ് നിൽക്കാൻ തോന്നിയെന്നും ആ കുരങ്ങ് ഇങ്ങനെ രൂപാന്തരപ്പെട്ട മനുഷ്യനായി എന്നും നമ്മൾ അംഗീകരിക്കണമെങ്കിൽ കുരങ്ങുകൾ ഇപ്പോഴുണ്ട്, കുരങ്ങ് ഭാഗം അവസാനിച്ചിട്ടില്ല. അതിൽ ചിമ്പാൻസി ഇപ്പോഴുമുണ്ട്, എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ ഇന്നെന്തേ ഒരു കുരങ്ങനും എഴുന്നേറ്റ് നിൽക്കാൻ തോന്നാത്തത്? എന്തേ ഒരു കുരങ്ങിന്റെയും രൂപം മാറിപ്പോകാത്തത്? അതിന്റെ മുഖത്തിന്റെ ആകൃതി മാറാത്ത എന്തുകൊണ്ടാ? ഈ ചോദ്യങ്ങളുടെ മുമ്പിൽ തന്നെ ആ വിഷയം അവിടെ പൊളിഞ്ഞു പോകും. എന്നാൽ ഖുർആൻ അതിന്റെ ഒന്നാമത്തെ അധ്യാപനത്തിൽ മനുഷ്യ സൃഷ്ടിപ്പിന്റെ പ്രഥമ ഘട്ടങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പിന്നെ പറഞ്ഞു വെച്ച വിഷയം എന്താ? ഇഖ്റ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യന് മാത്രമുള്ള പ്രത്യേകത, അവന് പേന കൊണ്ട് അഭ്യാസം അറിയാം. പേന കൊണ്ടുള്ള അഭ്യാസം മനുഷ്യർക്കറിയാം എന്നല്ല, മനുഷ്യർക്ക് മാത്രം അറിയാം. ഈ ഭൂമിയിൽ മനുഷ്യനെ പോലെ തന്നെ കൈകൾക്ക് 5 വിരലുകളുണ്ട്. കുരങ്ങുകളുടെ കൈകളിലും 5 വിരലുകളുണ്ട്. പല ജീവികൾക്കും അങ്ങനെയുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു കുരങ്ങ് ഇത്ര കാലത്തിനടക്ക് തന്റെ കൈവിരലുകൾക്കുള്ളിൽ ഒരു കൊള്ളിക്കഷ്ണം എടുത്തിട്ട്
ഒരക്ഷരം എഴുതിയ, രണ്ടക്ഷരം എഴുതിയിരിക്കുന്ന ഒരു ചരിത്രമോ ഒരു വർത്തമാനമോ ഇല്ലെന്നിരിക്കെ ഭാവിയും ഉണ്ടാവുകയില്ല എന്നാണ് വസ്തുത. എന്നാൽ മനുഷ്യൻ തന്റെ കൈവിരലുക്കുള്ളിൽ അവൻ ഏറ്റുപിടിച്ചിരിക്കുന്ന ആ കൊള്ളിക്കഷ്ടം കൊണ്ട് എഴുതി തുടങ്ങി. ഒരക്ഷരമല്ല, 1000 അക്ഷരമല്ല, കോടാനുകോടി അക്ഷരങ്ങൾ എഴുതി അവൻ വിജ്ഞാനം സമ്പാദിച്ച് അവൻ വികസിച്ചു, വളർന്നു, വലുതായി. അവന്റെ ചിന്തയും അവന്റെ നവോമണ്ഡലങ്ങളും വളർന്നു വന്നു എന്നത് വലിയ സംഗതിയാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഇഖ്റ വറബ്ബുകൽ അക്രം, അല്ലാഹു അത്യുദാരനാകുന്നു എന്ന് നീ വായിച്ചറിയണം, പഠിച്ചറിയണം, ചിന്തിച്ചറിയണം, മനസ്സിലാക്കണം എന്ന് ഖുർആൻ. എന്തുകൊണ്ട്? മനുഷ്യന് പേന എന്ന അഭ്യാസം അവനാ നൽകിയത് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഇങ്ങനെ മനുഷ്യൻ ആരെയെന്ന് വേർതിരിപ്പിച്ചു കൊടുത്ത, അവനെ വ്യതിരിക്തമാക്കിയ, അവന്റെ വൈവിധ്യങ്ങൾ തിരിച്ചറിഞ്ഞു കൊടുത്തിരിക്കുന്ന ഖുർആനിന്റെ ഒരുപാട് ശകലങ്ങൾ നാം അതിന്റെ ഇടയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കും. എന്നാൽ വിശുദ്ധ ഖുർആനെ വിമർശിക്കുവാൻ ശ്രമിച്ചിരിക്കുന്ന ആളുകളെ പരിശോധിച്ചാൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികൾ പലരും വിശുദ്ധ ഖുർആൻ ഒരാവർത്തി അതിന്റെ ഭാഷയിലൂടെ പഠിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല, കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തില് ഇസ്ലാമിന്റെ വിമർശകരായി വന്നവരിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇടമറുകായിരുന്നല്ലോ. ഇടമറുക് പഠിച്ച മതം ക്രിസ്തുമതമാണ്. ക്രിസ്തുമതം കൃത്യമായി പഠിച്ചിട്ടുണ്ട്. ആ ക്രിസ്തുമതത്തിലെ വൈരുദ്ധ്യങ്ങൾ നോക്കിക്കണ്ടുകൊണ്ടാണ് അദ്ദേഹം മതവിരുദ്ധനായി, മതനിഷേധിയായി മാറിയത്. അദ്ദേഹം ക്രിസ്തു മതത്തിലെ കുട്ടികൾക്ക് ക്രിസ്തുമതം പഠിപ്പിച്ചു കൊടുക്കുന്ന സെമിനാരിൽ അധ്യാപകനായിരുന്നു. അവിടുത്തെ ഈ ക്രിസ്തുമതത്തിലെ പാപപരിഹാര പ്രശ്നങ്ങൾ അതിങ്ങനെ വിവരിച്ചു കൊടുക്കണം. എന്താണ്? ആദം ചെയ്തിരിക്കുന്ന പാപത്തിന്റെ ഫലമാണ് ദുനിയാവിലുള്ള ഓരോ മനുഷ്യനും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതിന്റെ ആകത്തുക. അപ്പൊ അത് ഏറ്റെടുക്കാനാണ് പിന്നെ ഈസാ നബി വന്നത്, യേശു ക്രിസ്തു വന്നത് എന്നാണ് അതിന് മറുവശം. എന്നാൽ അദ്ദേഹം ഒരു ക്ലാസ് പറഞ്ഞു കൊടുത്താൽ കാര്യം, ഹവ്വ അന്ന് ചെയ്തിരിക്കുന്ന പാപത്തിന്റെ ഫലമായി ഇന്നും ഭൂമിയിലുള്ള സ്ത്രീകളെല്ലാം അതീവമായ വേദന സഹിച്ചു, പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിക്കേണ്ടി വരുന്നു. അങ്ങനെ പ്രസവിക്കേണ്ടി വരുന്നത് ഹവ്വ ചെയ്തിരിക്കുന്ന പാപത്തിന്റെ ഫലമായിട്ടാണ്. ആ ക്ലാസ്സിലെ ബുദ്ധിയുള്ള കുട്ടി എഴുന്നേറ്റ് ചോദിച്ചു, അല്ല സർ, ഇന്നലെ എന്റെ വീട്ടിൽ ഒരു പശു വളരെ പ്രയാസപ്പെട്ടൊരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ പശുവിന്റെ ഏത് മുത്തശ്ശി ചെയ്തിരിക്കുന്ന പാപത്തിന്റെ ഫലമായിരിക്കും ഇത്? അവിടെയാണ് ഇടമറുക് എന്ന ക്രിസ്തീയ പണ്ഡിതൻ, അധ്യാപകൻ, കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ആ മതപണ്ഡിതൻ, അദ്ദേഹം ക്രിസ്തുമതത്തെക്കുറിച്ച്, ബൈബിളിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചത്. അവിടെ നിന്നാണ് അദ്ദേഹം ആദ്യം ക്രിസ്തുമത വിരോധിയും വിമർശകനും പിന്നീട് മുഴുവൻ മതങ്ങളുടെയും വിമർശകനുമായി മാറുന്നത്. പക്ഷേ ക്രിസ്തുമതം പഠിച്ച അദ്ദേഹം ഒരിക്കലും ഇസ്ലാം മതം പഠിച്ചില്ല. എന്തുകൊണ്ട്? ഇസ്ലാം മതം പഠിക്കണമെങ്കിൽ ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിക്കണമെങ്കിൽ മിനിമം അറബി ഭാഷയിലെ ഒരു ബേസിക് നോളജെങ്കിലും ഉണ്ടാവണം. അറബി ഭാഷയിൽ നോളജ് ഇല്ലാത്ത അദ്ദേഹം വിമർശിക്കാൻ ശ്രമിച്ചത് മുസ്ലിങ്ങളെ നോക്കിയിട്ടാണ്. മുസ്ലിങ്ങളുടെ ചര്യകളെയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അവർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കോപ്രായങ്ങളെയും കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇസ്ലാമിനെ വിമർശിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇസ്ലാം അതിനെ അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഒരുപാട് വിഷയങ്ങൾ ആ രംഗത്ത് കാണാൻ കഴിയും. അതിൽ 1-2 കാര്യങ്ങൾ മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. അതിലെന്താ? എല്ലാ കാലത്തും എന്നും വിമർശിക്കപ്പെട്ട വിഷയമാണെന്ത്? ഇസ്ലാമിലെ പിന്നെ ദാമ്പത്യം, ബഹുഭാര്യത്വം, അതുപോലെ വിവാഹമോചനം, അനന്തരാവകാശം തുടങ്ങിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. 1-2 വാദങ്ങളെ ഞാൻ പറഞ്ഞു നോക്കുന്നുള്ളൂ. ഖുർആൻ, ഇസ്ലാം അതിന്റെ ദാമ്പത്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു സ്ത്രീ പുരുഷ സമത്വം, അതുപോലെ കുറെ വിഷയങ്ങളുണ്ടല്ലോ. എന്നാൽ ഖുർആൻ എന്താ ചെയ്തത്? ഖുർആൻ അവിടെ ആദ്യം തന്നെ പറഞ്ഞു വെച്ചു, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുംബിത്തുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹ് ആദ്യം പറഞ്ഞു വെച്ച വിഷയതാണ്. അല്ലാഹു ആകുന്നു മനുഷ്യരെ മാത്രമല്ല എല്ലാ ഇണകളെയും സൃഷ്ടിച്ചത്. എല്ലാ ഇണകളെയും സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള സകലമാന സൃഷ്ടിജാലങ്ങളും പരസ്പരം ആകർഷിക്കപ്പെടുന്ന വിധത്തിൽ ഇണകളാണ്, തുണകളാണ്. ഒരു തുള്ളി വെള്ളം അതൊന്നുമല്ല, കോടിക്കണക്കിന് ജലകലങ്ങളുടെ ആകർഷണമാണ്, സമാഗമമാണ്, സംഗമമാണ് ഈ മഹാസമുദ്രം. ഒരു തരി മണൽ